എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. +1 തുല്യതാ പഠിതാക്കളെ ഏവരെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2026 അക്ഷര കൈരളി ചോദ്യപേപ്പർ +1 തുല്യതാ അക്ഷര കൈരളി 2026 മലയാളം ചോദ്യപേപ്പർ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഇവിടെ നമുക്ക് 6 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്, വൺ വേർഡ് മാതൃകയിലുള്ളത്. അതിൽ അറിയാവുന്ന ഏതെങ്കിലും 5 എണ്ണം മാത്രം ചെയ്താൽ മതിയാകും. നമുക്ക് ഓരോ ഉത്തരത്തിനും 1 മാർക്ക് വീതം ലഭ്യമാകും. ഒന്നാമത്തെ ചോദ്യം, ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന കൃതി ഏത്? ഓപ്ഷൻസ്: ജ്ഞാനപ്പാന, ലീല, രമണൻ. ശരിയായ ഉത്തരം നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്, പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന. രണ്ടാമത്തെ ചോദ്യം, വീണപ്പൂവ് ആരുടെ രചനയാണ്? ഓപ്ഷൻസ്: വള്ളത്തോൾ, കുമാരനാശാൻ, ചങ്ങമ്പുഴ. ശരിയായ ഉത്തരം കുമാരനാശാൻ. മലയാള കവിതാ ചരിത്രത്തിൽ ഒരു പുതിയ നാഴികക്കല്ല് തന്നെയായിരുന്നു വീണപ്പൂവിന്റെ രചന എന്ന് നമുക്ക് പറയാം. അതിന് കാരണം, അതിനു മുൻപ് എഴുതിയ കവിതകളെല്ലാം തന്നെ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും കഥാതന്തുക്കൾ എടുത്തിട്ടാണ് കവികൾ എഴുതിയിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നനായിട്ട് താഴെ വീണു കിടക്കുന്ന ഒരു പൂവിന്റെ അവസ്ഥയെ വർണ്ണിച്ചുകൊണ്ട് മനുഷ്യ ജീവിതവുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് കവിത എഴുതുകയായിരുന്നു വീണപ്പൂവിലൂടെ കുമാരനാശാൻ. ചോദ്യം 3, കൊഴിഞ്ഞ ഇലകൾ ഏത് സാഹിത്യ വിഭാഗമാണ്? ഓപ്ഷൻസ്: ജീവചരിത്രം, നോവൽ, ആത്മകഥ. ശരിയായ ഉത്തരം ആത്മകഥ. ഈ ആത്മകഥ ആരുടേതാണെന്നറിയാമോ? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടേത്. അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് അതിൽ നമ്മൾ കാണുന്നത്. ഒരാൾ അയാളുടെ ജീവിതം എഴുതുന്നത് ആത്മകഥയും ഒരാളുടെ ജീവിതം മറ്റൊരാൾ എഴുതുന്നത് ജീവചരിത്രവുമാണ്. ചോദ്യം 4, ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം രചിച്ചതാര്? ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന കൃതി. ഓപ്ഷൻസ്: സക്കറിയ, ഗാന്ധിജി, നെഹ്റു. ശരിയായ ഉത്തരം ഗാന്ധിജി. ചോദ്യം 5, നീയ എന്റെ ശ്രീ ഭഗവതി, ചെല്ല് നല്ല കുട്ടിയായിട്ട് അടുക്കളയിലേക്ക് ചെല്ല്. ഇത് ആരുടെ വാക്കുകൾ? ഓപ്ഷൻസ്: ഭർത്താവ്, അമ്മ, സഹോദരൻ. ശരിയായ ഉത്തരം ഭർത്താവ്. നമുക്ക് പഠിക്കാനായി നൽകിയിട്ടുള്ള ശ്രീ ഭഗവതി എന്ന പാഠത്തിലേതാണ് പ്രസ്തുത വാക്യം. ചോദ്യം 6, താഴെ തന്നിരിക്കുന്നതിൽ വയലോപ്പള്ളി ശ്രീധരമേനോന്റെ കാവ്യ സമാഹാരം ഏത്? ഓപ്ഷൻസ്: വിട, കരിന്തിരി, മനസ്വിനി. ശരിയായ ഉത്തരം വിട. ഇവിടെ വിട എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതാഭാഗം. അപ്പോൾ ആദ്യ വിഭാഗം ചോദ്യങ്ങളെല്ലാം നമ്മൾ ആൻസർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 6 ചോദ്യങ്ങളിൽ 5 എണ്ണം മാത്രം എഴുതിയാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ 5 മാർക്കും നമുക്ക് നിഷ്പ്രയാസം നേടിയെടുക്കാവുന്നതാണ്. ഇനിയും നമുക്ക് 7ാമത്തെ ചോദ്യം, അത് വേറൊരു വിഭാഗമാണ്. ഉചിതമായവ ചേർത്തെഴുതുക. നമുക്കിവിടെ 5 ചോദ്യങ്ങൾ അതിലുമുണ്ട്. അതിന് ഓരോ ഉത്തരത്തിനും നമുക്ക് 1 മാർക്ക് വീതം ലഭിക്കും. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം. ഇവിടെ 2 കോളങ്ങളുണ്ട്, ഏതാനും റോകളുമുണ്ട്, എ, ബി എന്നിങ്ങനെ. നോക്കാം. ഇവിടെ ആദ്യത്തെ എ എന്ന വിഭാഗത്തില് നമുക്ക് പഠിക്കാനുള്ള കവിതകളിലെ വരികൾ തന്നിരിക്കുന്നു. അതിന്റെ നേരെ നമുക്ക് രചയിതാക്കളുടെ പേരും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ രചയിതാക്കളുടെ പേര് തെറ്റായ ക്രമത്തിലാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ ശരിയായ രീതിയിൽ എഴുതുക. അതാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ജോലി. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു. ഈ വരികൾ ജ്ഞാനപ്പാനയിലേതാണ്. അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിലെ ആരെ എടുത്തെഴുതണം? അതിന്റെ നേരെ പൂന്താനം എന്നെഴുതുക. പ്രണയ പരവശിയെ ശുഭം, ഇത് നമുക്കറിയാം, ലീല എന്ന കവിതയിലേതാണ്. ലീല എന്ന ആ കവിത എഴുതിയിരിക്കുന്നത്, ഖണ്ഡകാവ്യം എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ്. അപ്പോൾ അതിന്റെ നേരെ കുമാരനാശാൻ. കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി, നർമ്മരസം തുളുമ്പുന്ന വരികൾ. ഇത് ഏത് കൃതിയിലേതാണ്? സഭാപ്രവേശം തുള്ളലിലേത്. സഭാപ്രവേശം തുള്ളൽ എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ. അപ്പോ അതിന്റെ നേരെ കുഞ്ചൻ നമ്പ്യാർ.
നീയോ ഭാഗ്യത്തികവേലുവോൾ. ഇത് സീതയെ കുറിച്ചാണ്. ഉജ്ജ്വല മുഹൂർത്തത്തിലെ ഭാഗമാണ്. ഉജ്ജ്വല മുഹൂർത്തം കവിത എഴുതിയിരിക്കുന്നത് വയലോപ്പിള്ളി. നേരെ വയലോപ്പിള്ളി എന്ന് എഴുതുക. ഒരു പീഠയെറുമ്പിനും, അനുകമ്പാ ദശകത്തിലെ ഭാഗമാണത്. എഴുതിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരു. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ അതേ ഉത്തരം ഞാൻ കോളവും റോയുമായിട്ട് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു തരുന്നതാണ്. ഇതാണ് ശരിയായ ക്രമത്തിലുള്ള ഉത്തരം. ഇവിടെ ഒരു പ്രത്യേക കാര്യം എനിക്ക് പറഞ്ഞു തരുവാനുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ കോളവും റോയും ഒന്നും വരയ്ക്കണ്ട ഉത്തരത്തിനായിട്ട്. കാരണം ഇത് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറെ സമയമെടുക്കും. നമ്മുടെ പരീക്ഷ നമുക്ക് വളരെ കുറെ സമയം കൊണ്ട് നമുക്ക് എഴുതി തീർക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സമയം തികയുകയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ ഒരു ചെറിയ വര, ഒരു ഹൈഫൺ, എന്നിട്ട് പൂന്താനം എന്നെഴുതുക. പ്രണയ പരവശേ ശുഭം എന്നെഴുതിയിട്ട് അതിന്റെ നേരെ ഒരു ചെറിയ വര വരച്ചിട്ട് കുമാരനാശാൻ എന്നെഴുതുക. അങ്ങനെ 5 ചോദ്യങ്ങളും എഴുതിയാൽ മതിയാകും. അത് എല്ലാവരുടെ ഓർമ്മയിലും ഉണ്ടാകണം. അടുത്തതും നമുക്ക് ചോദ്യ പേപ്പറിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താനാവുന്നതാണ്. നമുക്കിവിടെ 3 ചോദ്യങ്ങൾ തരും. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരം ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 2 മാർക്ക് വീതം, ആകെ 6 മാർക്കാണ് ലഭിക്കുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഗദ്യഭാഗം വളരെ ശ്രദ്ധയോടെ ഒന്ന് വായിക്കുക. എന്നിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് ഉത്തരം ഈ ഗദ്യഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതിയാൽ മതി. നമുക്ക് പുറത്തേക്കൊന്നും പോവണ്ട, അതിൽ തന്നെയുണ്ട് ഉത്തരം. ഈ ഗദ്യഭാഗത്ത് തന്നെയുണ്ട് ഉത്തരം. നിഷ്പ്രയാസം 6 മാർക്ക് നേടാം. കണ്ടോ, ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ചോദ്യങ്ങളെല്ലാം തന്നെ 1 വേർഡ് അതിന് 5 മാർക്ക്, അതുപോലെ ചേരുംപടി ചേർക്കുക അതിന് 5 മാർക്ക്, അപ്പോൾ തന്നെ 10 മാർക്കായി. ഇത് 6 മാർക്ക്, 16 മാർക്ക് ആരോടും ചോദിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ഞാനിത് വായിക്കാം. ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീത കവി വള്ളത്തോൾ നാരായണ മേനോന്റെ കിളിക്കൊഞ്ചൽ എന്ന കവിതയെ പഠന വിധേയമാക്കുന്ന ഡോക്ടർ എം ലീലാവതിയുടെ ലേഖനമാണ് കിളിക്കൊഞ്ചൽ. ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയ്ക്കുണ്ടായ ആനന്ദാതിരേകം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കവിതയാണ് കിളിക്കൊഞ്ചൽ. ശൈശവ സംബന്ധിയായ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും ഈ കവിതയെ അനുപമ സുന്ദരമാക്കുന്നു. അപ്പോൾ ശ്രദ്ധാപൂർവം ഒന്ന് വായിക്കുക, മനസ്സിരുത്തി വായിക്കുക, അധിക സമയമൊന്നും എടുക്കണ്ട. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. 8ാമത്തെ ചോദ്യം, ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീതനായ കവി ആര്? ആ ഗദ്യഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വള്ളത്തോൾ നാരായണ മേനോൻ. ചോദ്യം 9, കിളിക്കൊഞ്ചൽ എന്ന ലേഖനം എഴുതിയതാര്? ഡോക്ടർ എം ലീലാവതി. 10, കിളിക്കൊഞ്ചൽ എന്ന കവിതയെ അനുപമ സുന്ദരമാക്കുന്നതെന്ത്? ആ ഗദ്യഭാഗത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം അതാണത്. ശൈശവ സംബന്ധിയായ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും ഈ കവിതയെ അനുപമ സുന്ദരമാക്കുന്നു. അടുത്ത വിഭാഗം മുതലാണ് നമുക്ക് കുറിച്ച് എഴുതാനായിട്ട് വരുന്നത്. 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വലിച്ചുവാരി 6 പേജോ 1 പേജോ ഒന്നും എഴുതരുത്. നമ്മൾ 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതണം. ഇവിടെ 6 ചോദ്യങ്ങളാണ് നമുക്ക് നൽകുക. അതിൽ 5 എണ്ണം നമ്മൾ ആൻസർ ചെയ്താൽ മതി. നമുക്ക് അറിയാത്തത് 1 എണ്ണം ഒഴിവാക്കാം. ഓരോ ഉത്തരത്തിനും നമുക്ക് 2 മാർക്ക് വീതം ലഭിക്കും. 11ാമത്തെ ചോദ്യം, ദർബനിലെ ഹൈവേയിൽ സക്കറിയ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി എന്ന പാഠത്തിലേതാണ്? ഈ പാഠത്തിൽ നിന്നും ഉള്ളതാണ് ഈ ചോദ്യം. ദർബനിലേക്കുള്ള ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി ധാരാളമായി ധാന്യവയലുകളും വിളകളും പഴത്തോട്ടങ്ങളും കാണുകയുണ്ടായി. കൂടാതെ പടുകൂറ്റൻ ട്രെയിലർ ലോറികൾ വലിയ ശബ്ദത്തോടെ കടന്നു പോകുന്നതും കണ്ടു. ലേഖകനെ അത്ഭുതപ്പെടുത്തിയത് വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ കണിശമായി പാലിച്ചാണ് ഓടിക്കൊണ്ടിരുന്നത് എന്നതാണ്. 12ാമത്തെ ചോദ്യം, വാസനാ വികൃതി എന്ന ചെറുകഥയുടെ സവിശേഷതകൾ എഴുതുക. വാസനാ വികൃതി എന്ന കഥ എഴുതിയിരിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. നമുക്കതിന്റെ സവിശേഷത ചുരുക്കിയൊന്ന് നോക്കാം. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസനാ വികൃതി. കഥയിലെ കഥാനായകൻ ഇക്കണ്ട കുറിപ്പ് എന്നു പേരുള്ള ഒരു കള്ളനാണ്.
കഥാപാത്രം നേരിട്ട് കഥ പറയുന്ന രീതിയിലാണ് കഥ മുന്നോട്ടു പോകുന്നത്. വാസനാവികൃതിയുടെ മറ്റൊരു പ്രത്യേകത അതിലെ നർമ്മം തന്നെയാണ്. ദ്വേദ്വാനാരായണീയം, ദീവെട്ടിക്കൊള്ള, ഈരാറ് 12 തുടങ്ങിയ ഭാഷാ പ്രയോഗങ്ങൾ വാസനാവികൃതിക്ക് മാറ്റുകൂട്ടുന്നു. ചോദ്യം 13. വ്യാകരണ പഠനത്തെക്കുറിച്ചുള്ള ഇ.വി. കൃഷ്ണപിള്ളയുടെ വീക്ഷണം എന്ത്? ഇ.വി. കൃഷ്ണപിള്ളയുടെ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിന്റെ പേര് വാക്കുകൾ എന്നാണ്. വ്യാകരണ പഠനം ഭാഷാ പഠനത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. വെറും വിഭക്തി തെറ്റുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ വരെ ഉണ്ടാകുമ്പോൾ വ്യാകരണ തെറ്റുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ വളരെ വലുതായിരിക്കും. വ്യാകരണം ഭാഷ പ്രയോഗിക്കുമ്പോൾ ഓർമ്മിച്ച് പറയാൻ സാധിക്കില്ല. അതിനാൽ വ്യാകരണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രവൃത്തികൾ പോലെ വ്യാകരണ ചട്ടക്കൂടും മറക്കാം. ചോദ്യം 14. നീചനാകിലും നാഥൻ ദൈവതം കുലശ്രീക്ക്. നമുക്ക് പഠിക്കാനായിട്ടുള്ള ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിലെ ഒരു വരിയാണിത്. സന്ദർഭം വിവരിക്കുക. അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയ സീതയെ തന്റെ അരികിലേക്ക് വിളിച്ച് കാറ്റിലെ വാഴയ്ക്കൊപ്പം വിറയ്ക്കുന്ന തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അനസൂയ പറയുന്ന വാക്കുകളാണിത്. ഭർത്താവ് ദുഷ്ടനാണെങ്കിൽ പോലും കുലസ്ത്രീക്ക് അയാൾ ദൈവതുല്യനാണ്. ഇവിടെ സീത സുഹൃതം ചെയ്തവളാണ്. കാരണം ശ്രീരാമൻ ലോകത്തിന് തന്നെ പ്രിയപ്പെട്ടവനാണ്. ചോദ്യം 15. വയോജന ദിനത്തിൽ നിങ്ങൾ നടത്തുന്ന പദയാത്രയ്ക്ക് 2 മുദ്രാവാക്യങ്ങൾ നിർമ്മിക്കുക. സൂചന: വാർദ്ധക്യം തളർച്ചയല്ല, അനുഭവങ്ങളുടെ കരുത്താണ്. അതേ മാതൃകയിലുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഞാനിവിടെ നിങ്ങൾക്ക് 2 മുദ്രാവാക്യം നൽകുന്നുണ്ട്. വയോജനങ്ങളെ ചേർത്ത് പിടിക്കാം, സമൂഹത്തിന് കരുത്തേകാം. മുത്തശ്ശനും മുത്തശ്ശിയും കുടുംബത്തിന്റെ പുണ്യം. ഇതുപോലെ എത്രയെത്ര മുദ്രാവാക്യങ്ങൾ വേണമെങ്കിലും നമുക്ക് കണ്ടെത്താവുന്നതാണ്. പക്ഷെ അത് വയോജന ദിനത്തിൽ നമ്മൾ നടത്തുന്ന പദയാത്രയ്ക്ക് യോജിച്ചതായിരിക്കണം. നമുക്ക് പഠിക്കാനുള്ള ആ വൃദ്ധസദനത്തിലെ ഭാഗമുണ്ടല്ലോ, ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക്. ആ കഥയിലെ വൃദ്ധസദനത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ. ചോദ്യം 16. നമ്മൾ പിന്നെ വല്ല നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പറയാനിടയായ സാഹചര്യം ഏത്? ഇത് നമുക്ക് പഠിക്കാനുള്ള ശ്രീ ഭഗവതി എന്ന പാഠഭാഗത്തിലെ സംഭാഷണമാണ്. ശ്രീ ഭഗവതി എന്ന കഥയിലെ ഭാര്യ ഭർത്താവിനോട് പറയുന്നതാണ് പ്രസ്തുത വാക്യം. പൊതുപ്രവർത്തകനായ ഭർത്താവ് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെത്തുകയാണ്. അടുക്കളയിലിരിക്കുന്ന കുപ്പ താഴെ കൊണ്ടുകളയാൻ ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ പൊതുപ്രവർത്തകനായ ഭർത്താവിന് ആ ജോലി ചെയ്യാൻ അഭിമാനക്കുറവ് തോന്നുന്നു. ഈ സന്ദർഭത്തിൽ മാലിന്യം കളയുന്ന ജോലി ഭാര്യയ്ക്ക് തന്നെ ചെയ്തുകൂടെ എന്നയാൾ ഭാര്യയോട് പറയുന്ന സാഹചര്യത്തിലാണ് ഭാര്യ ഇപ്രകാരം പറയുന്നത്. അക്ഷര കൈരളി 2026 ചോദ്യപേപ്പറിലെ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നൽകുന്നത്. ഉടനെ തന്നെ ബാക്കി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായി ഞാൻ എത്തുന്നതാണ്. നിങ്ങൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം വളരെ ശ്രദ്ധാപൂർവം പഠിക്കുക. അപ്പോഴേക്കും ഞാൻ എത്താം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.